ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് ഡിസ്പ്ലേ ടോപ്സ് ആണ്. റണ്ണിങ് മെറ്റീരിയൽ ആണ്. റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2.5 മീറ്ററിൻ്റെ എല്ലാം 2 സിൽക്കി ചെക്കോട്ടയും 2 കോട്ടൺ ചെക്കോട്ടയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽസ് ആണ്. ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ, ഇതുപോലത്തെ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ചിക്കൻ കറി വർക്കും അല്ലാണ്ട് നോർമൽ വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ടോപ്പും അങ്ങനെയുള്ള ടോപ്പ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതുപോലത്തെ നിങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽസിൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്കായിട്ട് ഞാൻ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റിച്ച് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരായാലും താഴെ കാണുന്ന വാട്സപ്പ്, പേരറിയില്ലെങ്കിൽ വാട്സപ്പിലും ഒരു ഇമേജ് ആണെങ്കിലും അയച്ചു വെച്ചാൽ മതി. നമ്മളത് ട്യൂട്ടോറിയൽ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽസ് കണ്ടു നോക്കാം. എല്ലാം ടോപ്പ് മാത്രമാണ് ഉള്ളത്, ഷോൾ അല്ല, പാൻറ്റും ഇല്ല. ടോപ്പ് മെറ്റീരിയൽസ് 2.5 മീറ്ററാണ് എല്ലാത്തിൻ്റെയും ലെങ്ത്തും വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ കണ്ടു നോക്ക്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചുരിദാർ. ഇതൊരു ലാവൻഡർ ഷെയ്ഡ്, ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ടോപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ യെല്ലോയിൻ്റെ ഡബിൾ ഷീറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ആൻഡ് ബോൺ ആണ് ഫ്ലവർ പെറ്റൽസിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ചും നടുക്ക് ഒരേ മിററാണ് വെച്ചിരിക്കുന്നത്. അത് യെല്ലോ ഷെയ്ഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് യെല്ലോ ആൻഡ് ലാവൻഡർ ഈ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ്. ഷെയ്ഡിൽ വരുന്ന ടോപ്പ് പാൻറ്റും ഷോളും അല്ലെങ്കിൽ സെയിം ഷെയ്ഡ് അതല്ല എന്നുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണെങ്കിൽ യെല്ലോ ആണെങ്കിലും ഇതിന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ്റെ ഇതിപ്പോൾ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. യു നെക്ക തയ്ക്കണമെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. നല്ല അത്യാവശ്യം ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന വലിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് എടുത്ത് നിൽക്കുന്ന പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന ഒരു ഡിസൈനിങ് ആണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്ലീവിലും ഒരു പടി പോലെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അതും ഹെയർ ആൻഡ് ബോൺ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ക്രോസ് ആയിട്ട് ഒരു ഡിസൈനിങ് ആണ് നമ്മൾ കയ്യിലും കൊടുത്തിരിക്കുന്നത്, ഒരു പടിയായിട്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 749 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡുള്ള ഒരു സിൽക്കി ചെക്കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് വൈറ്റ് കളറ് ബീഡ്സ് പോലെയുള്ള, നമുക്ക് ദൂരത്തുനിന്ന് നോക്കിയാൽ ബീഡ്സ് ആണെന്ന് തോന്നും, പക്ഷേ ബീഡ്സ് അല്ല, ജർമ്മൻ നോട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ത്രെഡും കൊണ്ട് ഫ്ലവേഴ്സാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. റോസ് ഫ്ലവേഴ്സാണ് കഴുത്തിന് ചുറ്റുമായിട്ട്, വലിയ റോസ് ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും നമുക്ക് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ വൈറ്റ് പാൻറ്റും ഷോളും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ കൈയിൻ്റെ അവിടെയൊന്നുമില്ല. ഇതിങ്ങനെ നെക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നെക്ക് ലൈനിങ് കൂടെ, ചുരുക്കം പറഞ്ഞാൽ നെക്ക് ലൈനിൽ കുറച്ച് വലുതായതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, നല്ല എടുത്ത് നിൽക്കും. കുറച്ച് വർക്ക് ഉള്ളെങ്കിലും കഴുത്തിൻ്റെ അവിടെ മാത്രമേ വർക്കുള്ളൂ, പക്ഷേ അത് നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ വൈറ്റ് ഇതിൻ്റെ ജർമ്മൻ നോട്ട് ഇങ്ങനെ ബീഡ്സ് ആയിട്ട് നമ്മളിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഇതുപോലെയാണ് വരുന്നത് അതിൻ്റെ വർക്ക്. ഇങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ ഓരോ നോട്ട്സ് ആയിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതുപോലെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 629 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു വൈറ്റ് കോട്ടൺ ചെക്കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചിക്കൻ കറി വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ചിക്കൻ കറി വർക്ക് ടോപ്പ് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ചിക്കൻ കറി എംബ്രോയ്ഡറി ഷാഡോ വർക്കും. അതുപോലെ തന്നെ ചിക്കൻ കറി വർക്ക്സിനാണ്, ഇതെല്ലാം ചിക്കൻ കറി വർക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ യോക്ക് പോർഷനിൽ മാത്രമാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത്. കഴുത്തിൻ്റെ താഴത്തോട്ട്, ഇപ്പോൾ ഇവിടെയാണ് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുന്നതെങ്കിൽ അതിൻ്റെ താഴത്താണ് വർക്ക് വരുന്നത്. ഇങ്ങനെയാണ് ഒരു ഡിസൈനിങ് വരുന്നത്. റെഡ് ആണ് ഇതിൻ്റെ അകത്ത്, റെഡ് ഷോളും പാൻറ്റും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റ് തന്നെ, പ്യുവർ വൈറ്റിൽ തന്നെ പോയിട്ട് ഇതൊരു റെഡ് പാറ്റേണിങ് അങ്ങനെ ആയിട്ടും വരാം. ഇത് വളരെ സിമ്പിളായിട്ട് കഴുത്തിൽ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം താഴത്തോട്ട് നീണ്ടാണ് ഇരിക്കുന്നത് ചിക്കൻ കറി വർക്ക്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ചിക്കൻ കറി വർക്ക് ആയതുകൊണ്ട് കൈകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് കുറേ സമയമെടുക്കും. സാധാരണ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ചിക്കൻ കറി കുറേ കുർത്തീസ് അവൈലബിൾ ആണ്, പക്ഷേ അത് മെഷീൻ എംബ്രോയ്ഡറി ചിക്കൻ കറി വർക്ക്സ് ആയിരിക്കും. അപ്പോൾ അത് വളരെ റേറ്റിൽ ലോ ബഡ്ജറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഹാൻഡ് എംബ്രോയ്ഡറി വെച്ച് ചെയ്യുന്ന ചിക്കൻ കറി വർക്കിന് ഇപ്പോഴും നമ്മൾ ഓൺലൈൻ മേടിക്കുവാണെങ്കിലും അതല്ല ഷോപ്പിൽ പോയി മേടിച്ചാലും റേറ്റ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിൽ, മെഷീൻ ആണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ആയതുകൊണ്ട് ഇതിനും റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇതിൻ്റെ റേറ്റ് 849 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതുപോലത്തെ ടോപ്സ് വൈറ്റിൽ ഏത് കളർ കോമ്പിനേഷൻ വന്നാലും നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. അപ്പം ഇതുപോലത്തെ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു ടോപ്പാണ്. ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് ഇതുപോലെ ഒരു ബൊക്കെ വരുന്നത്. ഇവിടെ നെക്ക് പോർഷനാണ്. നെക്ക് പോർഷൻ കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ ഇവിടെയാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഇത് ചെസ്റ്റിൻ്റെ അവിടെ മാത്രമാണ് വർക്ക്. ലാവൻഡറും ഡാർക്ക് ഷെയ്ഡ് ലാവൻഡറും താഴെ ബൊക്കയുടെ റിബണും തീരെ ലൈറ്റ് ഷെയ്ഡ് ഗ്രീനുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഡിസൈൻ, ഒരു മീഡിയം സൈസ് ഡിസൈൻ എന്ന് പറയാം. ചെസ്റ്റിൽ അത്യാവശ്യം കാണുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഡിസൈനിങ് ആണ്. ഈ ഒരു ചെക്കോട്ട, വൈറ്റ് ചെക്കോട്ട ടോപ്പ് മെറ്റീരിയലിൽ ഇതുപോലൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ടോപ്പ്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വളരെ സിമ്പിളായിട്ട് ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള വളരെ സിമ്പിൾ. ഇത് വൈറ്റിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും ചെക്കോട്ടയിൽ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ്, മിനിമം ഡിസൈൻ ബഡ്ജറ്റിൽ വരുന്ന രീതിയിൽ നമുക്ക് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ, ടോപ്പിൽ ഈ ഒരു വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു റേറ്റിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 425 റുപ്പീസാണ്. 425 റുപ്പീസാണ് ഈ ഒരു ടോപ്പ് മെറ്റീരിയൽ വിത്ത് ഈ ഒരു എംബ്രോയ്ഡറി വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കസ്റ്റമൈസേഷൻ ഈ ഒരു ബഡ്ജറ്റിൽ ഇതുവരെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി, നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും.